ഇന്നിപ്പോൾ രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് പാലൊട്ടും ഇല്ലായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ച് പാൽ വണ്ടി വന്ന് പാലും മേടിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം ഇനിയിപ്പോൾ ചായ ഇട്ട് കുടിച്ചിട്ട് ബാക്കി എന്തായാലും ജോലികളൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ രാവിലെ വന്ന് പാൽ വണ്ടിയിൽ നിന്ന് പാലും വാങ്ങിച്ച് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. 2 അവർ പാൽ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പപ്പിക്കും കൂടെ കൊടുക്കണമല്ലോ. പിന്നെ ഈ ഒരു സൈഡിൽ ഫ്ലാറ്റിൽ കവർ ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ 2 ദിവസത്തിൽ ഒരിക്കൽ വരും. പിന്നെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നമ്മൾ മേടിക്കാത്തതിനെ കൊണ്ടാണ് നമുക്കിങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങി വരാത്തത്. ചിലപ്പോൾ റോഡിൽ നിന്ന് മേടിക്കും, സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ മേടിക്കും. പിന്നെ കഥ അടച്ചിട്ടിട്ട് പോയി, പപ്പി അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം ഞാൻ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം, ഞാൻ എവിടെയും പോയിട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ പാലും കൊണ്ട് വെച്ച് ഇനിയിപ്പോൾ എനിക്ക് ചായ ഇടണം. ചായ ഇടുന്നതിൻ്റെ നമ്മൾ രാവിലെ ഇന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് കുടിച്ച് പിന്നെ ഇതിനിടയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ രാവിലെ വന്നപ്പോൾ ഞാൻ മേടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അടുക്കളയിലുള്ള കുക്കിങ്ങിൻ്റെ പണിയല്ല, എനിക്ക് റോഡിലൊന്ന് പോകണം. അപ്പോഴേ എനിക്ക് ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട്. കുറച്ച് ദിവസമായി നമുക്ക് സാധനങ്ങളൊക്കെ തീരെ കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് നമ്മൾ വിചാരിച്ച് എന്തായാലും മാങ്ങ പറക്കാമെന്ന്. നല്ല മഴക്കോളും ഉണ്ട്, ഇടയ്ക്കൊന്ന് മഴ പൊടിയുന്നുമുണ്ട്. ഹാപ്പിയുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മളപ്പുറത്തെ മോളുണ്ട്, ഇവിടുത്തെ നമ്മളെ മോളും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് മാങ്ങ പറക്കുന്നുണ്ട്. പിന്നെ മോളെ വീഡിയോ ഞാൻ അവർക്കുള്ള ആർക്കുള്ള എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നമ്മളവിടെ സുറുമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിത്തിരി ഒന്ന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്ന് അങ്ങനെ മാങ്ങയല്ല നാട്ടുമാങ്ങ നമ്മളിങ്ങനെ പറക്കി കൊണ്ടുപോയിട്ട് ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ജ്യൂസ് അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹാപ്പീനെ ഞാൻ വിളിച്ച്, ഹാപ്പി ഈ അറ്റത്ത് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ വിരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്നു. പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഓടി അടുത്തൊക്കെ വന്ന് ഒരു മാങ്ങയൊക്കെ എടുത്ത് പിച്ച് അവിടെ വെച്ചൊക്കെ കൊടുത്ത് അങ്ങനെ അതും കഴിച്ചും കൊണ്ട് ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. നല്ല കാറ്റും ഉണ്ട്, നല്ല ചെറിയ രീതിയിൽ മഴ പൊടിച്ചിലും ഉണ്ട്. ഈ ഒരു പൂവുണ്ടല്ലോ, ഇത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ വഴി സൈഡുണ്ടല്ലോ റോഡിൽ, പിന്നെ അതുപോലെ തന്നെ ഈ ആറ്റുമുല്ലെന്ന് പറയും ഇതിന്. ഇത് തോട്ട് വരുമ്പോഴത്തൊക്കെ ആണെങ്കിൽ ശരിക്കും ഇങ്ങനെ പിടിച്ച് അന്നൊക്കെ ഇഷ്ടം കണക്ക് പൂത്ത് നിൽക്കും. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഒരു സൈഡിലായിട്ട് ശരിക്കുണ്ട്. നേരത്തെ ഞാൻ മാങ്ങ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചും കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ മാങ്ങയൊക്കെ പറക്കി എല്ലാം ബക്കറ്റിലോട്ടൊക്കെ ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൊണ്ടങ്ങ് വീട്ടിൽ കയറി പോകണം. ഇനിയിപ്പോൾ ഹാപ്പീനെയും കൂടെ എടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ നാട്ടുമാങ്ങ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും വീട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മാങ്ങയൊക്കെ ഇതുപോലെ മാവിൻ്റെ മുട്ടിലൊക്കെ പോയി പറക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കിന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർത്ത് ഇങ്ങനെ പറക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ചെറിയൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടി. അപ്പോൾ നാട്ടുമാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ജ്യൂസ് അടിക്കണേന്നുള്ളത് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല നാരുള്ള മാങ്ങയാണ്, അതുപോലെ നല്ല മധുരവും ഉണ്ട്, ചെറിയ രീതിയിലുള്ള പുളിയും ഉണ്ട് കേട്ടോ. പുളിശ്ശേരി ഇതുവരെ ഞാനും ഇവിടെ വെച്ചിട്ടില്ല. ഇടയ്ക്ക് മോള് പറയുന്നുണ്ടായിരുന്നു, പിന്നെ തൈരില്ലാത്തതിനെ കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പൂൺ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലാതെ നമുക്ക് തൊലി ചെത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മാംസം എടുക്കാനായിട്ട് പറ്റത്തില്ല. നന്നായിട്ട് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ വടിച്ചെടുക്കുമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ ആക്കിയിട്ട് ഞാൻ ഈ ഒരു ജാറിലിട്ടിട്ട് വേണം ഇനിയിപ്പോൾ അടിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ള് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കൂടെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഞാൻ ഇതിനിടയ്ക്ക് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റത്തും മഴയത്തും ഇഷ്ടം കണക്കിന് വീഴും. ഇതല്ലെന്നുണ്ടെങ്കിലും പിന്നെ നല്ല രീതിയിൽ വിളഞ്ഞ് പഴുത്തൊക്കെ നിൽക്കുന്നതിനെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ മാങ്ങ വീണുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കാൻ അല്ലെങ്കിൽ അപ്പുറത്തെ മോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 പൊടി മക്കളുണ്ടല്ലോ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെ നമ്മൾ പറക്കിയൊക്കെ എടുക്കും. ഇപ്പോൾ ചൂട് സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാങ്ങ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നാട്ടുമാങ്ങ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇതുവരെ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഐസ് കട്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത്. ഇടയ്ക്ക് കറണ്ട് പോയി, അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ള തണുപ്പിലൊക്കെ ഉള്ള രീതിയിൽ കിട്ടിയതിനൊക്കെ ഞാൻ എടുത്ത് ഈ ഒരു ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം, തണുത്ത വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. പിന്നെ ഇപ്പം നാട്ടുമാങ്ങയാണെങ്കിലോ അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, കർപ്പൂര മാങ്ങ, അല്ലാത്ത എന്ത് തരത്തിലുള്ള മാങ്ങ നമ്മൾ പഴുത്തത് മേടിച്ചും കൊണ്ട് വന്നിട്ട് ജ്യൂസ് അടിക്കുവാണെങ്കിൽ 1 ഗ്ലാസ് അടുപ്പിച്ച് ഇതുപോലെ പാലും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് ഈത്തപ്പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാനില്ല. നോർമലായിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്ത്. പിന്നെ നന്നായിട്ട് കുറച്ച് സമയം നമ്മൾ ഇതിനെ അടിച്ചെടുക്കാനായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൻ്റെ നാരൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ.
അപ്പോൾ കറക്റ്റ് നമ്മളിവിടെ ഒരു 2 ഗ്ലാസ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുമാങ്ങ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴുത്ത മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ ജ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ എനിക്കൊന്ന് റോഡിൽ പോകണേ. അപ്പോൾ റോഡിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളെ മണിയനുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോഴേ മണിയനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇവിടെ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് മണിയെ ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മണിയൻ തിരിച്ചൊന്നും അങ്ങനെ വന്നിട്ടില്ല, വല്ലപ്പോഴും വരും. ഇതുവഴി എനിക്കിനിയിപ്പോൾ അങ്ങ് റോഡിൽ കയറി പോകണം. കിളിമാനൂർ നമുക്ക് ജംഗ്ഷനിൽ കയറണമല്ലോ. ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറിയാൽ മതി. ഇവിടെ നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ തിരിച്ച് സാധനം കൊണ്ട് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അല്ലാതെ എനിക്ക് തൂക്കി പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് മോൾ എടുത്തുകൊണ്ട് തന്ന് പിന്നെ ബാക്കിയുള്ളതും കൂടെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇപ്പം നമുക്ക് കുറേ ദിവസമായല്ലോ സാധനങ്ങളൊക്കെ തീർന്നിട്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഇതുവരെ തട്ടിപ്പൊത്തിയൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോണ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി സാധനങ്ങൾ മേടിക്കാതെ ഒരു വഴിയില്ല. കാരണം മുളക് മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീർന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നെന്ന് വിചാരിച്ചും കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. ഇല്ലാത്ത സാധനങ്ങൾ തീർന്ന് പിന്നെ ഇതെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ അരി ഇല്ലായിരുന്നു. നമുക്ക് അരി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തികയത്തില്ല. അങ്ങനെ എന്തായാലും 5 കിലോ കുടുംബശ്രീ അരി മേടിച്ച് പിന്നെ പഞ്ചസാര, സോപ്പ്, തേയില, പിന്നെ കടുകില്ലായിരുന്നു, ഉലുവ, അങ്ങനെയുള്ള ഉപ്പ്, കല്ലുപ്പാണ് മേടിച്ചത്. പൊടിയുപ്പ് എനിക്ക് ഒരു കവർ ഇരിപ്പുണ്ടായിരുന്നു. മഞ്ഞപ്പൊടിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഉള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ തീർത്തും അങ്ങ് നിശേഷം തീർന്നു പോയ സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് പിന്നെ മുളക് ഞാൻ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകൊണ്ട് പിരിയം മുളകാണ് മേടിക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എരിവ് കാണത്തില്ലല്ലോ. പിന്നെ എനിക്ക് കടുക് വറുക്കാനും മെയിനായിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ മുളകുണ്ടല്ലോ, അപ്പോൾ അത് ഒരു 20 രൂപയ്ക്ക് മേടിച്ച്. അതാണ് ആ ഒരു സെപ്പറേറ്റ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. 20 രൂപ 250 മുളക് അങ്ങനെ എന്തോ ആണ് കേട്ടോ. 20 രൂപയ്ക്ക് മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തോ അതും കൂടെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിലിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിയാണ് കേട്ടോ. പച്ചരി മേടിച്ച് പിന്നെ ഉഴുന്ന് വേണ്ടായിരുന്നു. ഉഴുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സർഫ്, പിന്നെ ഉപ്പ്, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ. മല്ലി 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെയൊക്കെ മേടിച്ച് പറക്കി കൊണ്ടുവന്ന് വെച്ച്. ഇനിയിപ്പോൾ മുളക് മല്ലി നന്നായിട്ട് കഴുകണം, വെയിലത്തിട്ട് ഉണക്കി. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടി ഐറ്റങ്ങൾ എനിക്ക് ശരിയാവത്തില്ല. നമ്മൾ മുളകും മല്ലിയും തീരുമ്പോൾ മേടിച്ച് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ചന്തയിലും കൂടെ ഒന്ന് കയറി. പിന്നെ ഇതില്ലായിരുന്നു, വെളുത്തുള്ളി, ഇഞ്ചി ഇല്ലായിരുന്നു, സവോളയും ചെറിയുള്ളിയും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അതും മേടിച്ച്. തക്കാളി ഇരിപ്പുള്ളതിനെ കൊണ്ട് പിന്നെ മേടിച്ചിട്ടില്ല. പിന്നെ 1 കിലോ കിഴങ്ങും മേടിച്ചിട്ടുണ്ട്. കപ്പ ഉണ്ടല്ലോ അതും മേടിച്ച് കൊണ്ടുവന്ന്. പിന്നെ 50 രൂപയ്ക്ക് ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഉണക്കമീൻ കുറേ കൊണ്ടിട്ട് വിൽക്കുന്നു. അങ്ങനെ ഉണക്കമീൻ മേടിച്ചിട്ട് കുറേ നാളായി നമ്മൾ ഉണക്കമീൻ മേടിച്ചിട്ട്. ഇത്തിരി പഴങ്കഞ്ഞി കുടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചില ദിവസം നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി ഉണക്കമീനൊക്കെ മേടിച്ച് വെച്ചിരുന്നാൽ എടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ പോയി മേടിച്ച. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ 5-ാം തീയതി മേടിച്ചെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പോയി മേടിച്ചത്. ഇതിപ്പോൾ നമ്മളെ കഴിഞ്ഞ മാസത്തെ ബില്ലാണ്. ആ ഒരു ബില്ല് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. പിന്നെ അല്ലാതെ അന്ന് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി കയറിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെ കയറി സാധനം മേടിച്ചുകൊണ്ട് വന്നതിനെ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ മേടിച്ച്. പിന്നെ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ മാസത്തെ പൈസ കൊടുക്കാനുള്ളത് കൊടുത്ത് ആ ഒരു ബില്ലങ്ങ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇപ്പോഴും ഈ ഒരു ബില്ലിലെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. 1290 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് മുളകും മല്ലിയും മേടിക്കണമല്ലോ, അതിനിത്തിരി പൈസ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഇതിൻ്റെ പൈസ നമ്മൾ പിന്നീടാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മേടിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.